അയോധ്യയിൽ കൊള്ള നടന്നുവെന്നത് ലോകം മുഴുവനുമുള്ള വിശ്വാസികൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ ഉത്തരവാദികൾക്ക് ശിക്ഷ നൽകുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. കാരണം വിശ്വാസപൂർവ്വം ജീവൻ തന്നെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ബലി നൽകിയ ചരിത്രമാണ് അവിടുത്തെ ഭക്തന്മാർക്കുള്ളത്. അതുകൊണ്ട് മോഷ്ടിച്ചവർക്ക് മാപ്പ് നൽകാൻ തയ്യാറാകില്ല. അയോധ്യ ക്ഷേത്ര വിഷയം കൊണ്ട് അധികാരത്തിലെത്തിയ ഒരു പാർട്ടി അവിടുത്തെ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിന്ന് ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിരുന്നു. സ്വന്തം നേതാക്കളും അനുയായികളുമാണ് ഇത്രയും വലിയ കൊള്ളയ്ക്ക് പിന്നിലെന്ന് വ്യക്തമായ ബോധ്യമുണ്ടായതുകൊണ്ട് തന്നെയാണ് ആദ്യം എല്ലാം ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചത്. പക്ഷേ രാജ്യം ഒന്നടങ്കം ഇളകി മറിയുമെന്നാകുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ യോഗി ആദിത്യനാഥ് SIT നിയോഗിച്ചു. അതെ, ധർമ്മസംഘടനത്തിൽ തന്നെയാണ് ഇപ്പോൾ SIT ഉള്ളത്. ജനമിളകും എന്ന ബോധ്യത്തിൽ അന്വേഷണത്തിൽ വെള്ളം ചേർക്കാൻ അവർക്കും കഴിയാതെ വരികയാണ്. അപ്പോഴാണ് ശ്രീരാമ ഭഗവാന്റെ കാരുണ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ സത്യങ്ങളും മറനീക്കി പുറത്തേക്ക് വരുന്നത്. SITക്ക് ലഭിച്ച റിപ്പോർട്ട് അധികാരികളുടെ അടിത്തറ ഇളക്കുന്നതാണ്. അയോധ്യ രാമക്ഷേത്ര കൊള്ളയുടെ ദൃശ്യങ്ങൾ കണ്ട് SIT തന്നെ അന്തം വിട്ടുപോയി. അതായത് ഇക്കഴിഞ്ഞ ഏപ്രിൽ 27 മുതൽ ജൂൺ 5 വരെയുള്ള 39 ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങളിൽ 70 തവണ പ്രതികൾ പണമടക്കം മോഷ്ടിക്കുന്നത് വ്യക്തമായിട്ടുണ്ട്. അതിൽ തന്നെ കോടികൾ മോഷ്ടിക്കപ്പെട്ടു എന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഏപ്രിൽ 27 മുൻപുള്ള ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ SIT നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്, ശബരിമലയിൽ എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ മോഷ്ടിച്ചത്, അതിന് സമാനമാണ് അയോധ്യയും കൊള്ളടിക്കപ്പെട്ടതെന്ന്. അത് മുൻകൂട്ടി കണ്ട് കുടുങ്ങുമെന്നായപ്പോൾ RS നേതാവും VHP വൈസ് പ്രസിഡന്റുമായ ചമ്പത്ത് റായ് അടക്കമുള്ളവർ രാജിവെച്ചൊഴിഞ്ഞു. അങ്ങനെ ക്ഷേത്ര ട്രസ്റ്റിൽ നിന്നും ചമ്പത്ത് റായിയും അനിൽ മിശ്രയും രാജിവെച്ചതിന് പിന്നാലെയാണ് ഈ വിവരങ്ങൾ പുറത്തേക്കൊഴുകിയത്. ആരും അറിയാതെ എങ്ങനെയാണ് മോഷ്ടാക്കൾ തട്ടിപ്പ് നടത്തിയത്, എങ്ങനെയാണെന്നും അതിന്റെ പിന്നിൽ ആരാണെന്നും എന്നതിന്റെ വ്യക്തമായ വിവരങ്ങൾ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. പെട്ടിയിൽ നിറയുന്ന പണത്തിന് ഒരു കണക്കുണ്ട്. 6 മുതൽ 7 ലക്ഷത്തോളം രൂപയായിരിക്കും ഓരോ സംഭാവന പെട്ടിയിലുമായിട്ട് ലഭിക്കുക. എന്നാൽ ഒരാഴ്ചയോളമുള്ള കണക്കിൽ ഗണ്യമായ കുറവ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ പെടുകയായിരുന്നു. സംശയം തോന്നിയതോടെ പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന മുറികളിൽ കൂടി ഒളിക്യാമറകൾ സ്ഥാപിച്ചു. ഇതോടെയാണ് മോഷണവും മോഷണ രീതിയും പുറത്തേക്ക് എത്തിയത്. ലഭ്യമായ ദൃശ്യങ്ങളിൽ മോഷ്ടാക്കളിൽ ഒരാൾ CCTV ക്യാമറകൾ മറയ്ക്കുന്നതും മറ്റൊരാൾ മോഷണം നടത്തുന്നതും കൃത്യമായി കാണുന്നുണ്ട്. നോട്ടുകെട്ടുകൾ പോക്കറ്റിൽ തിരുകി കയറ്റുന്നതിന് പുറമെ CCTV മറച്ച് പുറത്തെത്തിക്കുന്നതും നടന്നിരിക്കുന്നു. മൊത്തം കണക്കെടുക്കുമ്പോൾ എത്ര കെട്ടുകൾ ഉണ്ട് എന്ന് മാത്രമാണ് പരിശോധിക്കുന്നത്. കെട്ടുകളിൽ എത്ര നോട്ടുകൾ ഉണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. ഇതുവഴി ഒരു വൗച്ചർ ഇവർ ഉണ്ടാക്കിയെടുക്കും. ബാങ്കിലേക്ക് പണം മാറ്റുമ്പോൾ അധികമായുള്ള നോട്ടുകൾ മാറ്റും. ഇങ്ങനെ വളരെ ശാസ്ത്രീയമായി തന്നെ നടത്തിയ കൊള്ളയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതായത് അന്വേഷണം വരുമ്പോൾ തന്നെ ചമ്പത്ത് റായ് അടക്കമുള്ളവർ രാജിവെക്കുകയായിരുന്നു. നിരപരാധിയാണെന്നും ചമ്പത്ത് റായുടെ രാജി സ്വീകരിക്കില്ല എന്നുമാണ് സംഘപരിവാർ നേതൃത്വം ആദ്യം പറഞ്ഞത്. എന്നാൽ ട്രസ്റ്റ് യോഗത്തിൽ രാജിയും സ്വീകരിച്ചു. അതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത്. ചമ്പത്ത് റായുടെ ഡ്രൈവറാണ് ഈ കൊള്ളയിലെ പ്രധാനി എന്നതും വ്യക്തമായിട്ടുണ്ട്. അതിനുമപ്പുറം ന്യായീകരണങ്ങളൊന്നും വിശ്വസിക്കാൻ ഭക്തർ അത്ര മണ്ടന്മാരല്ല. ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത് ഒന്നാണ്, ശബരിമലയുമായുള്ള സാദൃശ്യം തന്നെയാണ് ഇവിടെയും ഉള്ളത്. എത്ര ഒളിപ്പിക്കാൻ നോക്കിയാലും ശബരിമലയിൽ ഭരിക്കുന്നവരുടെ പങ്ക് വ്യക്തമായതുപോലെ തന്നെ അവരടപടലം തകർത്ത ജനങ്ങൾ വീട്ടിലിരുത്തിയതുപോലെ തന്നെ UPയിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. 39 ദിവസത്തെ CCTV ദൃശ്യങ്ങളിൽ തന്നെയുണ്ട് യോഗി ആദിത്യനാഥിനെ മാത്രമല്ല കേന്ദ്രത്തിലെ BJP സർക്കാരിനെതിരെയും ജനം ഒരു കൊടുങ്കാറ്റായി മാറാനുള്ള എല്ലാ തെളിവുകളും.